വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ നാക്കിനെ കുറിച്ചിട്ടാണ്. ടങ്ങിനെ കുറിച്ച് പറയും, ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച്, ഗസ്റ്റേഷൻ ആൻഡ് ടേസ്റ്റ് പാത്വേ. സോ നമ്മൾ GIT സീരീസിലാണ് ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തെ വീഡിയോ ആണ്. പക്ഷേ ദിസ് ഓൾസോ എ പാർട്ട് ഓഫ് സ്പെഷ്യൽ സെൻസസ് ബിക്കോസ് ടങ് അവിടെ ടേസ്റ്റ് ബഡ് ഉണ്ട്, സ്പെഷ്യൽ സെൻസിന്റെ ഭാഗം കൂടിയാണ്. സോ രണ്ടും കൂടിയാണത്. സോ ടങ് ഫിസിയോളജി ആൻഡ് ഗസ്റ്റേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ. പാത്വേ ഓഫ് ദി സെൻസേഷൻ കൂടി നമ്മൾ പറയും. ആദ്യം നാക്കൊരു അക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അക്സസറി സ്ട്രക്ചർ ആണ്. അക്സസറി സ്ട്രക്ചർ ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞത്. ടേസ്റ്റ് അറിയാനാണ് പ്രധാനമായിട്ടും നമുക്ക് നാക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കുലേഷൻ ഓഫ് സ്പീച്ച്. സംസാരിക്കാൻ നമുക്ക് നാക്ക് വേണം. ആർട്ടിക്കുലേഷൻ സ്പീച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഇസ് എ മൾട്ടി ഫങ്ഷണൽ ഓർഗൻ ആണ്. വിഴുങ്ങാനും നമുക്ക് നാക്ക് വേണം. ആൻഡ് നാക്ക് എവിടെ ഇരിക്കുക? നാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറിലാണ്. ദ ഫ്ലോർ ഓഫ് ബക്കൽ കാവിറ്റിയിലാണ് നാക്ക് ഇരിക്കുക, ഫ്ലോറിലാണ്. ആൻഡ് നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സ്കെലിറ്റൽ മസിൽ കൊണ്ടാണ്. സ്കെലിറ്റൽ മസിൽ, ഇറ്റ് ഈസ് നോട്ട് സ്മൂത്ത് മസിൽ, ഇറ്റ് ഈസ് സ്കെലിറ്റൽ മസിൽ. ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഇറ്റ് ഈസ് വോളണ്ടറി. സ്കെലിറ്റൽ മസിൽ നമ്മൾ പറഞ്ഞു വോളണ്ടറി ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് തീരുമാനിച്ച് സംസാരിക്കാം, നമുക്ക് തീരുമാനിച്ച് വായിലിരിക്കുന്ന ഭക്ഷണം വിഴുങ്ങാം. സോ വോളണ്ടറി. രണ്ട് തരം സ്കെലിറ്റൽ മസിൽ ഉണ്ട്. ഒന്ന് ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്ട്രിൻസിക് സ്കെലിറ്റൽ മസിൽ. എക്സ്ട്രിൻസിക് സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. രണ്ടാമത്തെ ഇൻട്രിൻസിക് ആണ്. ഈ എക്സ്ട്രിൻസിക് നമുക്ക് ഉപയോഗിക്കുന്നത് ച്യൂവിങ്, ചവയ്ക്കാൻ, ആൻഡ് സ്വാളോയിങ്, വിഴുങ്ങാൻ. സോ ചവയ്ക്കാനും വിഴുങ്ങാനും നമുക്ക് എക്സ്ട്രിൻസിക് സ്കെലിറ്റൽ മസിൽ സഹായിക്കുമ്പോൾ ഇൻട്രിൻസിക് സ്കെലിറ്റൽ മസിൽ നമുക്ക് സഹായിക്കുന്നത് ഒന്ന് സംസാരിക്കാനാണ്, ഫോർ സ്പീക്കിംഗ് ഓർ സ്പീച്ചിന് നമുക്ക് സഹായിക്കുന്നു. പ്ലസ് വിഴുങ്ങാൻ, സ്വാളോയിങ്ങിനും നമുക്ക് സഹായിക്കും. നാക്കിന്റെ അടിയിൽ, നാക്ക് നമ്മളൊന്ന് ബക്കൽ കാവിറ്റിയിൽ ഒന്ന് പൊക്കി നോക്കി കഴിഞ്ഞാൽ, നാക്ക് ഇതാണെങ്കിൽ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സംഭവം കാണാം. ഒരു മ്യൂക്കസ് ഫോൾഡ്, മ്യൂക്കസ് മെംബ്രെയിൻ ഫോൾഡ് നമുക്ക് കാണാം. ഇതിനെ നമ്മൾ വിളിക്കുക ലിംഗ്വൽ. നാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം ലിംഗ്വൽ ആണല്ലേ, ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ പറയാം. ലിംഗ്വൽ ഫ്രെനുലം ആണ്, ലിംഗ്വൽ ഫ്രെനുലം എന്നാണ് പറയുക. സോ ഇത് നാക്കിനെ തൊട്ടടിയിലുള്ള ഹയോയിഡ് ബോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ടൈ ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നാക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടാലും താഴത്തേക്ക് ഇറങ്ങി പോകാത്തത് ഇതുകൊണ്ടാണ്. നാക്കിന്റെ സ്കെലിറ്റൽ മസിലിന്റെ മുകളിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഫോൾഡ് കൂടിയുണ്ട്. അന്ന് ഓർത്ത് വെച്ചേക്കുക, മ്യൂക്കസ് മെംബ്രെയിൻ ഫോൾഡ് കൂടിയുണ്ട്. പുറത്ത് കാണുന്നത് സ്കെലിറ്റൽ മസിൽ അല്ല. നാക്കിന് നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. നാക്കിനൊരു മുൻഭാഗമുണ്ട്. സോ ഇവിടെ നിന്ന് ഞാൻ തിരിക്കുകയാണ്. ഇത് മുൻഭാഗമാണ്, ഓർ ആന്റീരിയർ പാർട്ട് ആണ്. ആന്റീരിയർ പാർട്ട് ഈസ് ഓറൽ പാർട്ട്. രണ്ടാമത്തെ പിൻഭാഗം ഇത് പോസ്റ്റീരിയർ നാക്കാണ്, പോസ്റ്റീരിയർ പാർട്ട്, ഓർ ഇറ്റ് ഈസ് ഫാരിഞ്ചിയൽ പാർട്ട് എന്ന് പറയും. ആൻഡ് ഇതിന് രണ്ടിനും ഇടയിൽ ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്. ആ ഡിപ്രഷനെ നമുക്ക് സൾക്കസ് ടെർമിനാലിസ് എന്ന് വിളിക്കും. സൾക്കസ് ടെർമിനാലിസ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതിന് രണ്ടിനും അപ്പൊ ബോർഡർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് ടങ്ങിന്റെ പോസ്റ്റീരിയർ ഭാഗത്താണ് ഈ ടോൺസിൽ ഉള്ളത്. ഇതൊക്കെ ടോൺസിൽസ് ആണ്. ടോൺസിൽസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഫാരിഞ്ചിയൽ ടോൺസിൽ ഉണ്ട്. സോ ഫാരിഞ്ചിയൽ ഭാഗത്തുള്ളത് ഫാരിഞ്ചിയൽ ടോൺസിൽ ആണ്. ദെൻ പാലറ്റൈൻ ഭാഗത്തുള്ളത് പാലറ്റൈൻ ടോൺസിലാണ്. ദെൻ പിന്നെ ഉള്ളത് നാക്കിലിന്റെ പുറത്തുള്ള ലിംഗ്വൽ ടോൺസിൽസ് കൂടിയാണ്. സോ ടോൺസിൽസ് എന്താ? ടോൺസിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ലിംഫോയിഡ് ഓർഗൻസ് ആണ്. സോ ഇമ്പോർട്ടന്റ് ഇൻ ഡിഫൻസ്. സോ ദീസ് ഓൾ ഇമ്പോർട്ടന്റ് ഇൻ ഡിഫൻസ്. വായിലൂടെ അണുക്കളോ ബാക്ടീരിയ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തടയുക എന്നുള്ളതാണ്. ആൻഡ് മുൻഭാഗത്ത് മുകൾ സൈഡിലും ഇവിടെ സം പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻസിനെ നമുക്ക് ലാമിന പ്രോപ്രിയ എന്താ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോയിൽ എന്തോ പറഞ്ഞാണ്. സോ ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ പാപ്പില്ലേ എന്ന് പറയാം. സോ ദിസ് എ പാപ്പില്ലേ, ഇതൊരു പാപ്പില്ലേ, ഇവിടെ ഒരു പാപ്പില്ലേ. ഈ പാപ്പില്ലയിലാണ്, സോ ദിസ് പാപ്പില്ലേ, പ്രൊജക്ഷൻ ഈ പാപ്പില്ലയിലാണ് നമുക്ക് സെൻസറി റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ടേസ്റ്റ് ബഡ്സ് ഈസ് പ്രസന്റ് ഇൻ ദ പാപ്പില്ലേ. പാപ്പില്ല എന്ന് എഴുതാം, പാപ്പില്ലേ, സിംഗുലർ പ്ലൂറൽ, അത്രേ ഉള്ളൂ വ്യത്യാസം. ആൻഡ് ചില പാപ്പില്ലയില് ഇവിടെ ടേസ്റ്റ് ബഡ്സ് മാത്രമല്ല സെൻസറി റിസപ്റ്റേഴ്സ് ഫോർ ടച്ച് കൂടി ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. സോ ദി സെൻസറി റിസപ്റ്റേഴ്സ് പാപ്പില്ലേ കണ്ടെയ്ൻസ് ടേസ്റ്റ് ബഡ്സ് ആൻഡ് ദിസ് ടച്ച്. ഓക്കെ, സോ ടേസ്റ്റ് ബഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി റിസപ്റ്റേഴ്സ് ഫോർ വാട്ട്? ഗസ്റ്റേഷൻ എന്ന് വെച്ചാൽ ടേസ്റ്റ് സെൻസേഷന് വേണ്ടിയിട്ടുള്ളതാണ് ടേസ്റ്റ് ബഡ്സ്. നമുക്കിനിപ്പോ ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ആദ്യം പാപ്പില്ലയെ പറ്റി ഒന്ന് പറയാം. പാപ്പില്ലയെ പറ്റി പറഞ്ഞ് ടേസ്റ്റ് ബഡ്സിലേക്ക് വരാം. സോ പാപ്പില്ലേ പല ടൈപ്പ് ഉണ്ട്. നാക്കിന്റെ പല ഭാഗത്തുണ്ട്, പല തരത്തിലുണ്ട്. നാക്കിന്റെ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പോർഷൻസ്, ഈ ഭാഗം തിരിയുന്ന സ്ഥലം, നമ്മൾ അതിനെ സൾക്കസ് ടെർമിനാലിസ് എന്ന് പറഞ്ഞു. ഈ സൾക്കസ് ടെർമിനാലിസിന്റെ മുകളിൽ ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഏകദേശം 12, 1, 2, 3, 4, ഇത് 4, 12 വലിയ സർക്കുലാർ പാപ്പില്ലൻ. സോ ദീസ് ആർ സർക്കുലാർ ഇൻ നേച്ചർ. ആൻഡ് ഇരിക്കുന്ന ഷേപ്പ് നോക്കി വി കമത്തി വെച്ച മാതിരി ഉണ്ട്. സോ സർക്കുലാർ ആൻഡ് ഇൻവേർട്ടഡ് വി ഷേപ്പ്. വി ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക, ഇൻവേർട്ടഡ് വി ഷേപ്പിലാണ് ഇരിക്കുക. ആൻഡ് ഈ വലിയ പാപ്പില്ലകളെ നമ്മൾ ഇതിനെ വിളിക്കുക സർക്കംവില്ലേറ്റ് പാപ്പില്ലേ എന്നാണ് വിളിക്കുക. സർക്കംവില്ലേറ്റ് പാപ്പില്ലേ. സോ ഈ പാപ്പില്ലയിൽ ഏകദേശം ഒരു 100 to 300
100 ടേസ്റ്റ് ബഡ്സ് ഉണ്ടാകും. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ പാപ്പില്ലേ, ദാറ്റ് ഈസ് സർക്കംവില്ലേറ്റ് പാപ്പില്ലേ. ഇനി രണ്ടാമത്തെ തരം, അടുത്ത തരം പാപ്പില്ലേ എന്ന് പറയുന്നത് ഫംഗിഫോം പാപ്പില്ലേ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് ഫംഗിഫോം, ഫംഗൈ ലൈക്ക് ഫംഗിഫോം പാപ്പില്ലേ ആണ്. ആൻഡ് ഇസ് ഓൾസോ റൗണ്ട് ആണ്. നാക്കിന്റെ ടിപ്പിലുണ്ട്, ടിപ്പുകളിലുണ്ട് ആൻഡ് സൈഡിലും ഉണ്ട്. ഓക്കെ, സോ ഇസ് ഓൺ ദ ആന്റീരിയർ സർഫസ്, മുൻവശത്താണുള്ളത്. ആൻഡ് ഇതിൽ ഏകദേശം ഒരു 5 to 10 ടേസ്റ്റ് ബഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക. സോ സെക്കൻഡ് ഈസ് ഫംഗിഫോം പാപ്പില്ലേ. ഇനി മൂന്നാമത്തെ തരം പാപ്പില്ലേ നമുക്ക് ഫില്ലിഫോം പാപ്പില്ലേ എന്ന് വിളിക്കും. ഫില്ലിഫോം പാപ്പില്ലേ എന്ന് നമുക്ക് പറയാം. ഇത് സ്ട്രക്ചർ ഈസ് കോണിക്കൽ ഷേപ്പ് ആണ്. സോ ഇവിടെയൊക്കെ നമുക്ക് കാണാം കോണിക്കൽ ഷേപ്പ് ആണ്. ആന്റീരിയർ സർഫസിലാണ് ഇത് കൂടുതലാണുള്ളത്. ആൻഡ് ദിസ് ഈസ് സ്മോൾ, ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഫോർ ടേസ്റ്റ്, ടേസ്റ്റിനുള്ളതല്ല. സോ ദിസ് ഈസ് ടാക്ടൈൽ സെൻസറി റിസെപ്റ്റർ ആണ്. ഫുഡും നാക്കും തമ്മിലുള്ള ഫ്രിക്ഷൻ, സോ ബിറ്റ്വീൻ ഫുഡ് ആൻഡ് ടങ് തമ്മിലുള്ള ഫ്രിക്ഷൻ ഇംപ്രൂവ് ചെയ്യൽ എന്നുള്ളതാണ് പണി. സോ ഇതിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ കുറവാണ്, വെരി ലെസ് ടേസ്റ്റ് ബഡ്. ഇനി നാക്കിന്റെ ലാറ്ററൽ സൈഡിൽ, ഇവിടെ ഇതാണ് ലാറ്ററൽ സൈഡ് എന്ന് ഞാൻ പറയുന്നത്, ഏകദേശം പോസ്റ്റീരിയർ സൈഡിലായിട്ട് ഇവിടെയുള്ള പാപ്പില്ലേ ഏകദേശം ലീഫ് ലൈക്കാണ്, ഇല പോലെയുള്ളതാണ്. ഇല പോലെയുള്ളതിനെ നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ ആണെങ്കിൽ ഫോളിക് ആസിഡ് എന്നായിരിക്കും പറയാം. അപ്പോൾ ഈ പാപ്പില്ലേ നമുക്ക് ഫോളിയേറ്റ് പാപ്പില്ലേ എന്ന് നമുക്ക് വിളിക്കും. ഫോളിയേറ്റ് പാപ്പില്ലേ എന്ന് പറയാം. സോ ഇത് ചെറുപ്പത്തിലുണ്ടാകും, പിന്നീട് അത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന പാപ്പില്ലാണ്. സോ 4 തരം പാപ്പില്ലേ: സർക്കംവാലന്റ് പാപ്പില്ലേ, ഫില്ലിഫോം പാപ്പില്ലേ, ഫംഗിഫോം ആൻഡ് ദി ഫോളിയേറ്റ് പാപ്പില്ലേ. ഈ പാപ്പില്ലയുടെ ഉള്ളിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. സോ ഇതാണ് ടേസ്റ്റ് ബഡ്സ്. സോ ഇതിന്റെ ഷേപ്പ് ഒരു ഓവോയിഡ് ആണ്, ഓവോയിഡ് ഷേപ്പ് ആണുള്ളത്. ആൻഡ് ഏകദേശം സൈസ് എന്ന് പറഞ്ഞാൽ 50 മൈക്രോൺസ് ടു ഏകദേശം 70 മൈക്രോൺസ്. ഇതാണ് ഇവരുടെ സൈസ്. മനുഷ്യരിൽ ഏകദേശം എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഒരു 10,000 ടേസ്റ്റ് ബഡ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഇൻസൈഡ് ദിസ് പാപ്പില്ലേ വി ക്യാൻ സി ടേസ്റ്റ്. സോ ടേസ്റ്റ് ബഡ്സ് നാക്കിൽ മാത്രമല്ല എന്നാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. ടേസ്റ്റ് ബഡ്സ് ഇതിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഇൻ ദ എപ്പിഗ്ലോട്ടീസിന്റെ മ്യൂക്കോസയിൽ ടേസ്റ്റ് ബഡ് ഉണ്ട്. പാലേറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പാലേറ്റിലുണ്ട്. ദെൻ ഫാരിങ്സിന്റെ ഭാഗത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ദെൻ ഈവൻ ഇൻ ദ ഇസോഫാഗസിന്റെ ആദ്യത്തെ പ്രോക്സിമൽ ഏരിയയിൽ, പ്രോക്സിമൽ പാർട്ടിലും ടേസ്റ്റ് ബഡ്സ് കാണാം എന്ന് മനസ്സിലാക്കും. സോ വാട്ട് ആർ ടേസ്റ്റ് ബഡ്സ്? ടേസ്റ്റ് ബഡ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൻസറി റിസെപ്റ്റർ ഓർ ദീസ് ആർ കെമിക്കൽ സെൻസിങ് റിസെപ്റ്റർ ആണ്. ടേസ്റ്റ് റിസെപ്റ്റർ സെൽസ് ആണ്, ടേസ്റ്റ് റിസെപ്റ്റർ സെൽസ് ഫോർ കെമിക്കൽ. സോ ഇതാണ് ടേസ്റ്റ് ബഡ്സ് വലുതാക്കി വരച്ചിരിക്കുന്നത്. ടേസ്റ്റ് ബഡ്സിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ 4 തരം സെൽസ് നമുക്ക് കാണാം. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 1, ദെൻ ടൈപ്പ് 2 ബ്ലൂ കളറിലെ ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ഓൾസോ ദിസ് ഈസ് ടൈപ്പ് 4. 4 തരം സെൽസ് ആണുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഈസിയാണ്. ആൻഡ് ഏറ്റവും പുറമേ ഉള്ളത് outermost one is the type 1 cells and this is supporting or നമുക്കതിനെ സസ്റ്റെൻഡിക്കുലാർ സെൽസ് എന്ന് വിളിക്കാം. സപ്പോർട്ടിംഗ് ഓർ സസ്റ്റെൻഡിക്കുലാർ സെൽ. ആൻഡ് അതിന്റെ ഉള്ളിൽ ദിസ് വൺ ഈസ് ടൈപ്പ് 2 ബ്ലൂ കളറിലാണ് ടൈപ്പ് 2. ടൈപ്പ് 2 ഇവിടെയൊക്കെ കാണാം. ആൻഡ് ദിസ് ടൈപ്പ് 2ന്റെ ഇടയിൽ അപ്രോപ്രോക്ക് ആയിട്ട് കാണുന്നതാണ് ടൈപ്പ് 3 സെൽ. സോ ദിസ് ഈസ് ടൈപ്പ് 3 സെൽ, ദിസ് ഗ്രീൻ കളർസ്. ആൻഡ് ഇതാണ് ശരിക്കും ടേസ്റ്റ് റിസെപ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 3 സെൽസ് ആണ് ടേസ്റ്റ് റിസെപ്റ്റർ സെൽ. ആൻഡ് ഈ 3 തരം സെൽസിന്റെ അറ്റത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം. ദിസ് ക്യാൻ സി മൈക്രോവില്ലായി കാണാം. മൈക്രോവില്ല ഇതിങ്ങനെ നെക്ക് ടു നെക്ക് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നടുവിൽ ഒരു പോർ ഫോം ചെയ്തായിട്ട് നമുക്ക് കാണാം. ആൻഡ് ദിസ് പോർ ഈസ് കോൾഡ് ആസ് ദ ടേസ്റ്റ് പോർ. ഇതിനെ നമ്മൾ ടേസ്റ്റ് പോർ എന്നാണ് വിളിക്കുക. ആൻഡ് ടൈപ്പ് 3 സെൽസ്, പച്ച കളറിലെ സെൽസിൽ നിന്ന് അതിന്റെ ആക്സോൺസ് ഇങ്ങനെ പോകുന്നത് കാണാം. ഈ ആക്സോൺസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ആയിട്ട് പുറത്തേക്ക് പോവുക. ആൻഡ് ടൈപ്പ് 4 സെൽസ് ഇറ്റ് ഈസ് മൾട്ടിപോട്ടന്റ് സെൽസ് ആണ്. ഭാവിയിൽ ഇവ എല്ലാം ആയിട്ട് മാറാനായിട്ടുള്ള ടൈപ്പ് 3 ഉൾപ്പെടെയുള്ള സെല്ലുകളായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. മിക്കവാറും ഏകദേശം ഓരോ 10 ദിവസം 10 ഡേയ്സ് കഴിയുന്തോറും ഈ സെൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പുതിയ സെൽസ് വരും. ഇതാണ് ടേസ്റ്റ് ബഡ്. ഇനി നമുക്ക് പ്രൈമറി ടേസ്റ്റ് സെൻസേഷൻസ് അതിനെ കുറിച്ച് പറയാം. പ്രൈമറി ടേസ്റ്റ് സെൻസേഷൻസ്. സോ ടേസ്റ്റ് റിസെപ്റ്റേഴ്സിനെ നമ്മൾ ഓൾറെഡി കണ്ടു. ടേസ്റ്റ് റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ടേസ്റ്റൻസ് എന്നാണ് വിളിക്കുക. ടേസ്റ്റൻസ്. സോ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ആക്ടിവേറ്റ് ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ആർ കോൾഡ് ആസ് ടേസ്റ്റ്. ആൻഡ് മനുഷ്യനിൽ ഇതേപോലെ 5 തരം ടേസ്റ്റൻസ് ആണുള്ളത്. സോ ഓരോ റിസെപ്റ്റേഴ്സും ഓരോ ടേസ്റ്റൻസിനെ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. സോ റിസെപ്റ്റേഴ്സ് ആർ ഡിഫറെന്റ് ഫോർ ഈച്ച് ടേസ്റ്റൻസ്. പലതിനും ഒരേ റിസെപ്റ്ററിനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഒരു ടേസ്റ്റന്റ് ഈ സ്വീറ്റ് ആണ്. സോ സ്വീറ്റ് ഈസ് 1 ടേസ്റ്റന്റ്. ആൻഡ് ഇത് സാക്കറൈഡ്സ് ആണ്. സാക്കറൈഡ്സ് ഓർ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ക്യാൻ ആക്ടിവേറ്റ് ചിലതരം റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ ആൽഡിഹൈഡ്, കീറ്റോൺ, ദെൻ സം മെറ്റൽസ് ലൈക്ക് ലെഡ്, ബ്രെറ്റിലിയം, ഇതിനൊക്കെ സ്വീറ്റ് റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് നമുക്കുള്ളത് ടേസ്റ്റ് ഈ സോർ ടേസ്റ്റ് ആണ്. ചവർപ്പ് പുളി എന്ന് പറയുമ്പോൾ ആസിഡ്സ്
നാരങ്ങ അല്ലെ, നെല്ലിക്ക, പുളി എല്ലാം, വളംപുളിയായാലും മറ്റേ പുളിയായാലും ചെമ്മിപ്പുളിയായാലും എല്ലാം ആസിഡ് ആൻഡ് H+ അല്ലെ, ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ്. സോ ആസിഡ്സ് ആണ് സോർ ടേസ്റ്റ് ഉണ്ടാക്കുക. മൂന്നാമത്തത് സോൾട്ടി ടേസ്റ്റ് ആണ്. സോൾട്ട് ടേസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യുക. സോ ക്ലോറൈഡ്, സൾഫേറ്റ്, ഓക്കെ, നൈട്രേറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. നാലാമത്തത് ബിറ്റർ, ചവർപ്പ് ടേസ്റ്റ് ഈസ് ബൈ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഉണ്ട്. ദെൻ കാൽഷ്യം, മാഗ്നീഷ്യം, അങ്ങനെയൊക്കെയുള്ള കാറ്റയോൺസ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് ബിറ്റർ ടേസ്റ്റ്. ആൻഡ് അഞ്ചാമത്തെ ടേസ്റ്റ് സ്പെഷ്യൽ പേരാണ് ഉമാമി എന്നാണ് അതിന് പറയാ. ഉമാമി ആക്ടിവേറ്റ് ചെയ്യുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോൾട്ട് ആണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അതിന്റെ മറ്റൊരു പേര് അജിനോമോട്ടോ ആണ്. സോ ദിസ് ഈസ് സെയിം ആസ് അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. അജിനോമോട്ടോ ചൈനീസ് ഫുഡിലൊക്കെ ഉള്ള സാധനം. സോ ദിസ് ഈസ് ടേസ്റ്റ് ആൻഡ് കോൾഡ് ആസ് ഉമാമി. ഇനി ഓരോ നെർവ് ഈച്ച് ടേസ്റ്റ് നെയിം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫർമേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്ന റിസെപ്റ്ററിന്റെ ആക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകും. ആൻഡ് നാക്കിന്റെ ചില ഭാഗങ്ങൾ ചില ടേസ്റ്റിന് കൂടുതലാണ്. ഇപ്പോൾ ടിപ്പ് ഓഫ് ദ ടങ് ഈസ് ഫോർ സ്വീറ്റ്. നാക്കിന്റെ അറ്റം സ്വീറ്റ് ആയിരിക്കും കൂടുതൽ പിടിക്കും, മധുരം. ആൻഡ് ബിറ്റർ ഒക്കെ ഇങ്ങോട്ട് പുറകോട്ടാണ്. ഏറ്റവും ബിറ്റർ ഒക്കെ പിടിക്കുക ഈ ഭാഗത്തായിരിക്കും. ഇനി ഈ റിസെപ്റ്റർ ട്രാൻസ്ട്രക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും G പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റർ വഴിയാണ്. ഞാൻ അധികം ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കണ്ണിനകത്തത് കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ കണ്ണിൽ കണ്ടത് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് പോലെ ഇവിടെ ഉള്ളത് ഗസ്റ്റോലൂസിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. റോഡോപ്സിനൊക്കെ പോലെയുള്ള G പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റർ ആണ് പലതും. ആൻഡ് ഇപ്പോൾ മധുരം വന്നു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് സൈക്ലിക് AMPയുടെ എമൗണ്ട് വർദ്ധിക്കലായിരിക്കും. H+ അയോൺസ് ഒക്കെ ആണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡീപോളറൈസേഷൻ ഉണ്ടാക്കും. ദെൻ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് HCN ചാനൽ, ഹൈപ്പർ പോളറൈസേഷൻ ആൻഡ് സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനലൊക്കെയാണ്. ദെൻ സോഡിയം അകത്തേക്ക് കയറുകയാണെങ്കിൽ ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദ ENaC, എപ്പിത്തീലിയൽ സോഡിയം ചാനൽസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബിറ്റർ ക്യാൻ ആക്ടിവേറ്റ് ദിസ് GPCRലെ ഫോസ്ഫോലിപ്പേസ് C പാത്വേ ആണ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഉമാമി ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് മെറ്റബോട്രോപിക് GLU4 ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ്. ഇത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയാ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഭാഗം ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഓക്കെ, സോ പാത്വേസിലേക്ക് നമുക്ക് പോകാം. സോ ഫൈനലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റിലീസ്. എന്തായാലും ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നാക്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് എല്ലാം ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ് ഈസ് ദ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ നമുക്കറിയാം. ഇനി നമുക്ക് പറയേണ്ടത് പാത്വേ ആണ്. നമുക്കൊരു കാര്യം അറിയാവുന്നത് നാക്കിലേക്ക് നെർവ് സപ്ലൈ എന്ന് പറയുന്നത് ഈ മുൻഭാഗത്തേക്ക് നെർവ് സപ്ലൈ വരുന്നത് ഫേഷ്യൽ നെർവിലൂടെയാണ്. ആൻഡ് കുറച്ച് പോസ്റ്റീരിയർ ഭാഗത്ത് വരുന്നത് നമുക്ക് ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ് വഴിയാണ്. ആൻഡ് പോസ്റ്റീരിയർ ഭാഗത്ത് വരുന്നത് വാഗസ് നെർവ് ആണ്. സോ 3 നെർവ് ഉണ്ട്. 3 ക്രേനിയൽ നെർവ്സ് ആണ്, മിക്സഡ് നെർവ്സ് ആണ്. സോ സെൻസേഷൻ ഇങ്ങോട്ടേക്ക് വരുന്നു ആൻഡ് ഇത് പോകുന്നതും ഈ വഴി തന്നെയാണ്. സോ ഈ വഴി പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് സോ ദിസ് ദ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. തിരിച്ചു പോകുന്നതാണ് നമ്മൾ പറയാം. സെൻസേഷൻ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഇതാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. സോ 3 ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഉണ്ട്. എത്തുക നമ്മളിപ്പോൾ ബ്രെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് മെഡുല്ലയാണെന്ന് കരുതിയാൽ മെഡുല്ലയിലുള്ള ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ് എന്ന് പറയുന്ന NTS അവിടെയാണ് ഇത് എത്തുക. സോ സപ്പോസ് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസിൽ എത്തുന്നു. സോ ദിസ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. ഇവിടെ നിന്ന് പിന്നെ പോവുക മിഡ് ബ്രെയിൻ കഴിഞ്ഞ് മിഡ് ബ്രെയിന്റെ മുകളിലുള്ള തലാമസിലേക്ക് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ പോകും. സോ സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഫ്രം ദിസ് NTS ടു തലാമസ്. തലാമസിലെ ഏത് ന്യൂക്ലിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസ്റ്ററോ വെൻട്രൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിലാണ് എത്തുക. ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും പോസ്റ്ററോ വെൻട്രൽ ന്യൂക്ലിയസ്. ആൻഡ് ഇവിടെ നിന്ന് പിന്നെ എങ്ങോട്ടേക്ക് പോകണം? തലാമസിൽ നിന്ന് പിന്നെ പോകേണ്ടത് ബ്രെയിന്റെ കോർട്ടക്സിലേക്കാണ്. സോ പ്രൈമറി ടേസ്റ്റ് ഏരിയ ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഏരിയ ഒന്നും ഇല്ല. എത്തുന്നത് ഓപ്പർക്കുലാർ ഇൻസുലാർ കോർട്ടക്സ് ആണ്. സോ ഇൻസുലാർ കോർട്ടക്സ് എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലാണ്. ഇൻസുലാർ കോർട്ടക്സ് ഈ ഏരിയയിൽ ഓപ്പർക്കുലാർ ഇൻസുലാർ കോർട്ടക്സ് ഓഫ് ദ ബ്രെയിനിലാണ് സംഭവം എത്തുക. ആൻഡ് പോസ്റ്റ് സെൻട്രൽ ഗൈറയിൽ എത്തും. സോ ഇത് പോസ്റ്റ് സെൻട്രൽ ഗൈറയുടെ ഒരു ഭാഗമാണ്. പോസ്റ്റ് സെൻട്രൽ ഗൈറ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാം? സെൻട്രൽ ഗൈറ പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. സോ അതിന് അപ്പുറത്തുള്ള ഗൈറയാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറ. അവിടെയാണ് ഈ ഓപ്പർക്കുലാർ ഇൻസുലാർ കോർട്ടക്സിൽ ഇതെത്തുന്നത്. സോ ഇതാണ് പാത്വേ. സോ അപ്പൊ നമ്മൾ പറഞ്ഞത് നാക്കിനെ കുറിച്ച് പറഞ്ഞു, ദെൻ ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെന്റ് ടേസ്റ്റ് സെൻസേഷൻസിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് പാത്വേ ഓഫ് ദിസ് അസെൻഡിങ് ഓർ സെൻസറി പാത്വേയും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.